50 വയസ്സിന് മുകളിലുള്ള ഒരു 50% സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അബ്ഡോമിൻ്റെ പ്രഷർ കൂടുമ്പോഴോ ലീക്ക് ചെയ്യുന്ന യൂറിൻ. അത് സാധാരണ കണ്ടുവരുന്ന ഒന്നോ രണ്ടോ ഡെലിവറി കഴിഞ്ഞ ശേഷമാകാം, അല്ലാതെ തന്നെ അകത്ത് യൂട്രസും ബ്ലാഡറും ഇരിക്കുന്ന സപ്പോർട്ടിനുള്ള വീക്ക്നെസ് കൊണ്ടും ആകാം. അത് പല ചികിത്സകളുണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. സ്ലിംഗ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ കറക്ഷൻസും പലതരത്തിലുള്ള സർജറീസും ഉണ്ട്. പക്ഷേ അതിന് ഇന്ന് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടെനർ വാർവിക്സിൻ്റെ എക്സ്റ്റൻഡഡ് വജീനോ ഒബ്റ്റുറേറ്റർ ഷെൽഫ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ കൊണ്ട് വീക്കായ പെൽവിക് ഫ്ലോറിനെ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് യൂറിൻ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ യൂറിൻ ലീക്ക് ചെയ്യുന്നതും ബ്ലാഡർ താഴ്ന്നു കിടക്കുന്നതും മലദ്വാരത്തിന്റെ കുഴലിൽ താഴെ വന്നിരിക്കുന്നതും ഏകദേശം കറക്റ്റ് ചെയ്യാം. 90% പൂർണ്ണമായും സുഖപ്പെടുത്താം. ബാക്കിയുള്ള 10% മൂത്രക്കുഴലിൽ ഉള്ള പ്രോബ്ലം കൊണ്ടാണ്. അത് മൂത്രക്കുഴലിൽ കറക്ഷൻ വേണ്ടി വരും. അതിനകത്ത് യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സ്പിങ്ഡർ എന്ന് പറയുന്ന ഏരിയയാണ്. ഒരു 1.5 സെന്റിമീറ്ററേ ഉള്ളൂ. ആ സ്പിങ്ഡർ ഏരിയ വീക്കായതുകൊണ്ട് ഫീമെയിലിന്റെ യൂറിത്ര ടോട്ടലായിട്ട് അതൊരു 5 സെന്റിമീറ്റർ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അത് 10% കേസ്. ബാക്കിയുള്ള 90%വും ടെനർ വാർവിക്കിന്റെ എക്സ്-വോസ് പ്രൊസീജിയർ, അതായത് എക്സ്റ്റൻഡഡ് വജീനോ ഒബ്റ്റുറേറ്റർ ഷെൽഫ് പ്രൊസീജിയർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും.